ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാഹുർദോഷ ശാന്തിക്കായി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. നക്ഷത്രദശയിൽ ശനിദശ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാലയളവുള്ള പാപഗ്രഹത്തിൻ്റെ ദശാസമയം രാഹുവിൻ്റേതാണ്. 18 വർഷക്കാലം രാഹുർദശയിൽ കൂടി കടന്നു പോകുന്നു. അതുകൂടാതെ മറ്റ് ഗ്രഹങ്ങളുടെ ദശാസമയങ്ങളിലും രാഹുവിൻ്റെ അന്തർദശ അഥവാ അപഹാര സമയം താരതമ്യേന വളരെ ദൈർഘ്യമേറിയതാണ്. രാഹു നമ്മുടെ ഗ്രഹനിലയിൽ അനിഷ്ട ഫലദായകനാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അകാരണമായ ഭയം, ഉത്കണ്ഠ, മതിഭ്രമങ്ങൾ എന്നിവ ഉണ്ടാകാം. ഇവർക്ക് ത്വഗ് രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ളവർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടാനും അസാധാരണവും ഭ്രമാത്മകവുമായ മാനസിക സ്ഥിതി ഉള്ളവരാകുവാനും സാധ്യതയുണ്ട്. ഇവർക്ക് വിഷബാധകൾ പലപ്പോഴായി ഉണ്ടായെന്ന് വരാം. വിഷജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളോ ഭക്ഷ്യ വിഷബാധയോ ഇവരെ കൂടെ അലട്ടിയെന്ന് വരാം. ഇവർ തങ്ങളുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാതെയും അവരുടെ കഴിവുകളെ തിരിച്ചറിയാൻ പറ്റാതെയും മായാവലയങ്ങളിൽപ്പെട്ട് സങ്കല്പ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും. അസാധാരണമായ മനോവ്യാപാരമായിരിക്കും ഇവരുടേത്. നീച സ്ത്രീകളുമായും പുരുഷന്മാരുമായും സംസർഗം ചെയ്യാൻ തൽപരരും സമയത്തിൻ്റെ വിലയെക്കുറിച്ച് ബോധവാന്മാരുമായിരിക്കുകയില്ല ഇവർക്ക് സാധാരണഗതിയിൽ സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും കാട്, മല, ഗുഹകൾ എന്നിവിടങ്ങളിൽ വസിക്കുവാൻ താല്പര്യരുമായിരിക്കും ഇവരുടെ നടത്തത്തിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. കുനിഞ്ഞു നടക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരും കള്ളങ്ങൾ പറയുവാൻ താല്പര്യരുമായിരിക്കും ഇവരുടെ സംസാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പദപ്രയോഗങ്ങൾ കേൾക്കുവാൻ കഴിയും. അസ്ഥാനത്ത് കയറി ഇംഗ്ലീഷ് പദങ്ങളോ മറ്റ് അന്യഭാഷാ പദങ്ങളോ ഉപയോഗിച്ചു കളയുവർ. ഇവരെ പെട്ടെന്ന് ബാലഗ്രഹ പീഡകൾ, കണ്ണേറ്, നാവേറ് എന്നിവ ബാധിച്ചെന്ന് വരാം. പെട്ടെന്ന് ആരുടെയും നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാത്തവരായിരിക്കും ഇവർ. അത്യധികം വിക്ഷോഭത്തോടു കൂടിയ മനസ്സായിരിക്കും ഇവരുടേത്. വളരെ നിസ്സാര കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് വിക്ഷോഭിതരാകും. കൂടുതൽ തമാശകളും മറ്റും ഇവർക്ക് ഇഷ്ടമല്ല എന്ന് വരാം. ആംഗലേയ ഭാഷയോട് പ്രത്യേക പ്രതിപത്തിയുള്ളവരായിരിക്കും ഇവർ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യാനും താമസിക്കുവാനും ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. രാഹു നിൽക്കുന്ന രാശിയുടെയും ഭാവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ദോഷകാഠിന്യം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ജാതകത്തിൽ 3-ാം ഭാവത്തിലും 11-ാം ഭാവത്തിലും ഒറ്റയ്ക്ക് നിൽക്കുന്നതോ ശുഭനും യോഗകാര ഗ്രഹവുമായി യോഗം ചെയ്ത് നിൽക്കുന്നതോ ആണെങ്കിൽ മാത്രമേ രാഹു ശുഭഫലങ്ങൾ നൽകുകയുള്ളൂ. 6-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലുമായി ഒറ്റയ്ക്ക് ഇഷ്ടരാശിയിൽ നിൽക്കുന്ന രാഹുവും കൂടുതൽ ദോഷം ചെയ്യില്ല. മേടം മുതൽ കന്നി വരെയുള്ള രാശികളിൽ ഇഷ്ടഭാവത്തിലായി നിൽക്കുന്ന രാഹു മാത്രമേ കൂടുതൽ ശുഭഫലങ്ങൾ നൽകുകയുള്ളൂ. രാഹുവുമായി ശുഭനെന്നോ പാപനെന്നോ വ്യത്യാസമില്ലാതെ ഏത് ഗ്രഹം യോഗം ചെയ്താലും ദുര്യോഗമാണ് ഫലം. ഉദാഹരണമായി രാഹുവും വ്യാഴവും തമ്മിൽ യോഗം ചെയ്താൽ ഗുരുചണ്ഡാല യോഗവും രാഹുവും ചൊവ്വയും തമ്മിൽ യോഗം ചെയ്താൽ അംഗാരക യോഗവുമായിരിക്കും. എന്നാൽ ശുഭഗ്രഹവുമായി യോഗം ചെയ്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദശാപഹാര സമയങ്ങളിൽ രാഹു കുറേയൊക്കെ ഗുണഫലങ്ങൾ ദാനം ചെയ്യും. എന്നാൽ യോഗം ചെയ്ത് നിൽക്കുന്ന ശുഭഗ്രഹത്തിൻ്റെ ദശാപഹാര കാലങ്ങളിൽ കാര്യമായ ശുഭഫലങ്ങൾ കിട്ടുകയുമില്ല. കാരണം ആകർഷണശക്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഹുവാണ്. രാഹുവുമായി യോഗം ചെയ്തോ രാഹുവിനെ ദൃഷ്ടി ചെയ്തോ നിൽക്കുന്ന ശുഭഗ്രഹങ്ങളുടെ ശുഭഫലദാന ശേഷിയെ രാഹു ആകർഷിച്ചു പിടിച്ചുകൊണ്ട് രാഹുവിൻ്റെ ദശാപഹാര സമയങ്ങളിൽ കുറേയൊക്കെ നല്ല ഫലങ്ങൾ രാഹു നൽകും. എന്നാൽ യോഗം ചെയ്ത് നിൽക്കുന്ന ശുഭഗ്രഹങ്ങളുടെ ദശാപഹാര സമയങ്ങൾ അത്ര നല്ലതായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഗ്രഹനിലയിലെ യോഗകാരക ഗ്രഹങ്ങളുമായാണ് രാഹു യോഗം ചെയ്യുന്നതെങ്കിലും അവരുടെ ഫലദാനശേഷിയെ ആകർഷിച്ചു പിടിച്ചുകൊണ്ട് രാഹുവിൻ്റെ ദശാപഹാര കാലങ്ങളിൽ കുറേയൊക്കെ അനുകൂല ഫലങ്ങൾ രാഹു നൽകും. 10-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ജാതകൻ, പ്രത്യേകിച്ച് വൃശ്ചികൻ രാശി 10-ാം ഭാവമായി ഭവിച്ച് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന രാഹു ജാതകനെ ഏതെങ്കിലും തരത്തിൽ വൈദ്യവിഷയവുമായോ വിഷകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനായോ കരിമരുന്ന് പ്രയോഗക്കാരനായോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കളായോ തീർക്കുവാൻ സാധ്യതയുണ്ട്. ഡോക്ടർമാർ, വിഷകാരികൾ, കീടനാശിനികളുടെ വ്യാപാരികൾ, മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവർ, ബയോകെമിസ്റ്റുകൾ, പടക്ക കമ്പനികൾ നടത്തുന്നവർ മുതലായവർ ആകാൻ സാധ്യത കൂടുതലാണ്. കാരണം രാഹുവിനെ സർപ്പി എന്നാണല്ലോ വിളിക്കുന്നത്. അത് വൃശ്ചികത്തിൽ നിന്നാൽ മറ്റൊരു വിഷജന്തുവായ തേളിനെ പ്രതിനിധാനം ചെയ്യുന്ന രാശിയാണ് വൃശ്ചികം. അങ്ങനെയുള്ള രാശിയിൽ രാഹു നിൽക്കുന്നത് കാരണമാണ് ഇവർ മേൽപ്പറഞ്ഞവർ ആരെങ്കിലും ആകാൻ സാധ്യതയുണ്ടായി വരുന്നത്. രാഹു 10-ാം ഭാവത്തിലായി ഇഷ്ടരാശിയിൽ ഒറ്റയ്ക്ക് നിന്നാലും യോഗകാര ഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിന്നാലും ജാതകൻ വൈദ്യവിഷയവുമായോ വിഷവുമായോ മരുന്നുമായോ കീടനാശിനികളുമായോ ബന്ധപ്പെടുന്ന ആളായിരിക്കും. ഇത് ഗവേഷണപരമായി സത്യമെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
രാഹു 8, 12, ലഗ്നം 5 എന്നീ ഭാവങ്ങളിൽ അനിഷ്ടരാശിയിലായി നിൽക്കുകയോ ശനി, ചൊവ്വ, സൂര്യൻ, ചന്ദ്രൻ എന്നിവരുമായി യോഗം ചെയ്ത് നിൽക്കുകയോ ചെയ്താൽ തീർച്ചയായും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. 6ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് ഇഷ്ടഭാവമാണെങ്കിലും 6ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് ശത്രുനാശമുണ്ടാകാമെങ്കിലും രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരും രാഹുർദോഷ ശാന്തി വരുത്തുന്നത് നല്ലതായിരിക്കും. രാഹുവിൻ്റെ ദശാപകാര സമയങ്ങളിലായിരിക്കും അനിഷ്ടപ്രദനായ രാഹു കൂടുതൽ ദോഷഫലം നൽകുന്നത്. രാഹു ജാതകത്തിൽ ദോഷപ്രദനായിട്ടുള്ള ജാതകർ രാഹുവിൻ്റെ ദശാപകാര കാലങ്ങളിൽ വിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൂടിയുള്ള യാത്ര, പ്രത്യേകിച്ച് അസമയങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇരുമ്പ് സാധനങ്ങൾ കൊണ്ടോ വിഷമുള്ളുകൾ കൊണ്ടോ ശരീരത്തിന് എന്തെങ്കിലും മുറിവുണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെപ്റ്റിക് ആകാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ സ്വീകരിക്കേണ്ടതാണ്. ഈ സമയങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെടാതെ പ്രത്യേകം സൂക്ഷിക്കണം. സ്വാത്വികമായ ജീവിത രീതി ഈ സമയം പുലർത്തുന്നത് നല്ലതായിരിക്കും. ഭരണി, പൂരം, പൂരാടം, രോഹിണി, അത്തം, തിരുവോണം, ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രക്കാരും അനിഷ്ടപ്രദനായ രാഹുവിൻ്റെ ദശാപഹാര സമയങ്ങളിൽ ദോഷശാന്തി വരുത്തുന്നത് നല്ലതായിരിക്കും. ചാരവശാൽ രാഹു ജന്മക്കൂറിലോ അതിൻ്റെ 8, 9, 12 എന്നീ ഭാവങ്ങളിലോ സഞ്ചരിക്കുന്ന സമയത്തും രാഹുർദോഷശാന്തി വരുത്തുന്നത് നല്ലതായിരിക്കും. ഈ സമയങ്ങളിൽ നമ്മൾക്ക് സ്വയം ജാഗ്രതയാണ് അത്യാവശ്യമായി വേണ്ടത്. മേൽപ്പറഞ്ഞതുപോലെ അസമയങ്ങളിലുള്ള അനാവശ്യ യാത്രകളും മറ്റും ഒഴിവാക്കുകയും രാഹുവിൻ്റെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ ചൊല്ലുകയും ആയില്യപൂജ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. അതുപോലെ മുത്തങ്ങ, പാച്ചോറ്റി, ഗജമതം, കൂവളക്കായ, കസ്തൂരി, എള്ളുചെടിയുടെ ഇല, ഇരുവേരി, അതിസാരം, ഗുൽഗുലു, മനയോല തുടങ്ങിയ ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ രാഹുകാലത്ത് വിധിപ്രകാരം സ്നാനം ചെയ്യുന്നതും രാഹുർദോഷ ശാന്തിക്ക് ഉത്തമമാണ്. രാഹുവിൻ്റെ ദശാപഹാര സമയങ്ങളിൽ കറുത്ത വസ്ത്രങ്ങളോ നീല വസ്ത്രങ്ങളോ ധരിക്കുന്നത് രാഹുർദോഷ ശാന്തിക്ക് ഉത്തമമാണ്. പ്രത്യേകിച്ച് ആയില്യം, തിരുവാതിര, ചോതി, ചതയം എന്നീ നാളുകൾ വരുന്ന ദിവസങ്ങളിലും സർപ്പക്ഷേത്ര ദർശനം നടത്തുന്ന ദിവസങ്ങളിലും കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമാണ്. നീല ശംഖുപുഷ്പം, നീല ചെമ്പരത്തി തുടങ്ങി നീലയോ കറുപ്പ് കലർന്നതായ പുഷ്പങ്ങൾ ധരിക്കുന്നതും നല്ലതാണ്. രാഹുർദോഷ ശാന്തിക്ക് രാഹുയന്ത്രം ധരിക്കുന്നതും ഉത്തമമാണ്. രാഹുർദോഷ ശാന്തിക്ക് ധരിക്കുന്ന രത്നം ഗോമേതകമാണ്. എന്നാൽ ഇത് ധരിക്കുന്നതിന് മുമ്പായി ജാതകം നല്ലതുപോലെ പരിശോധിച്ച് അനുകൂലമാണെങ്കിൽ മാത്രമേ ധരിക്കാവൂ. രാഹു ജാതകത്തിൽ 2, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നവരും വ്യാഴം, ശുക്രൻ, ബുധൻ, ചന്ദ്രൻ തുടങ്ങിയ ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുന്നവരും ഗോമേതകം ഒഴിവാക്കണം. ജന്മനക്ഷത്ര ദിവസമോ ആയില്യം, തിരുവാതിര, ചോതി, ചതയം എന്നീ നാളുകൾ വരുന്ന ദിവസമോ ഞായറാഴ്ചയോ വിധിപ്രകാരം വ്രതമനുഷ്ഠിച്ച് നാഗാരാധന നടത്തുന്നതും നാഗക്ഷേത്ര ദർശനം നടത്തുന്നതും രാഹുപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ജപിക്കുന്നതും രാഹുർദോഷ ശാന്തിക്ക് ഉത്തമമാണ്. രാഹുപ്രീതിക്കായി ഹോമദ്രവ്യമായി 3 കറുകുകൾ വീതം കൂട്ടിക്കെട്ടി ഹോമം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ കറുത്ത വസ്ത്രങ്ങൾ, നീല വസ്ത്രങ്ങൾ, എള്ള്, ഇരുമ്പ് പാത്രത്തിൽ എള്ളെണ്ണ നിറച്ചത്, ഉഴുന്ന്, ഇരുമ്പ്, ഗോമേതകം, അശ്വം എന്നിവ ദാനം ചെയ്യുന്നതും രാഹുപ്രീതിക്ക് ഉത്തമമാണ്. കരിമരം, നീർമരുത്, കടമ്പ് എന്നീ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതും രാഹുപ്രീതിക്ക് ഉത്തമമാണ്. രാഹു ജാതകത്തിൽ അനിഷ്ട ഫലദാതാവായുള്ളവർ സെൻസിറ്റീവായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിനെ ഇളക്കിമറിക്കുന്ന നൃത്തം, സംഗീതം, ചലച്ചിത്രം എന്നിവയ്ക്ക് അടിമയാകാതെയും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ദ്രിയോല്ലാസങ്ങൾക്കും ചൂതാട്ടങ്ങൾക്കും അടിമയാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭ്രാന്തമായ സങ്കല്പങ്ങളും അമിതമായ സംസാര രീതികളും നിയന്ത്രണാതീതമായ ലൈംഗികതയും ഇവർ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. സർപ്പക്കാവുകൾ വെട്ടി നശിപ്പിക്കുകയോ അശുദ്ധമാക്കുകയോ ചെയ്യാതിരിക്കുക. ശത്രുതയുള്ളവരിൽ നിന്നോ മാനസികമായി അകൽച്ച ഉള്ളവരിൽ നിന്നോ ആഹാരപദാർത്ഥങ്ങൾ വാങ്ങി ഭക്ഷിക്കാതിരിക്കുക എന്നിവ ഈ സമയത്ത് നല്ലതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരവിശ്വാസത്തോടെയും ശാന്തതയോടെയും ജീവിച്ചാൽ രാഹുർ ദശാപഹാര സമയങ്ങളിലും മറ്റും കാര്യമായ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ രക്ഷപ്പെടാം. ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ചോദ്യം, ഇവർ കോടീശ്വരന്മാരാകും എന്ന വീഡിയോയ്ക്ക് താഴെ തൃശ്ശൂരിൽ നിന്നും ശ്രീദേവിയാണ് ചോദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, ജോലി എന്നിവയെക്കുറിച്ചാണ് ചോദ്യം. പ്രേക്ഷകരുടെ ജാതകപ്രകാരം ശരാശരി വിദ്യാഭ്യാസമാണ് കാണുന്നത്. വിദ്യാസ്ഥാനാധിപനായ ഗ്രഹം ബുദ്ധിസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നത് കാരണം ബുദ്ധിയുണ്ടാകും. എന്നാൽ ബുദ്ധിക്ക് തീക്ഷ്ണത കുറവായിരിക്കും. അതിനോടൊപ്പം വിദ്യാസ്ഥാനത്ത് സൂര്യനും ഉച്ചത്തിൽ മൗഢ്യത്തിലായി നിൽക്കുന്ന വ്യാഴവും നീചത്തിലും മൗഢ്യത്തിലുമായി നിൽക്കുന്ന ചൊവ്വയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ലഗ്നാധിപനും മൗഢ്യത്തിലാണ്.
അതിനാൽ ബുദ്ധിയുണ്ടെങ്കിലും വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരത്തിലെത്താൻ ബുദ്ധിമുട്ടാണ്. വിദ്യാ തടസ്സങ്ങളും ഉണ്ടാകാം. ജോലിയുടെ കാര്യവും ഇതേപോലെ തന്നെയാണ്. കർമ്മസ്ഥാനാധിപനും കളത്രസ്ഥാനാധിപനുമാണ് വ്യാഴം. ആ വ്യാഴമാണ് മൗഢ്യത്തിൽ ഉച്ചത്തിലായി ധനസ്ഥാനവും വിദ്യാസ്ഥാനവുമായ 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ വ്യാഴത്തിന് ഷഡ്വർഗ ബലമുണ്ട്. അതിനാൽ അത്ര നല്ല ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും ജോലി സാധ്യതയുള്ള ജാതകമാണ്. വ്യാഴഗ്രഹത്തെ പൂജാതി കാര്യങ്ങളാൽ പ്രീതിപ്പെടുത്തുക. ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക. മഹാവിഷ്ണു, വ്യാഴം എന്നിവരുടെ കീർത്തനങ്ങൾ ഭക്തിയോടുകൂടി ജപിക്കുക. ഇപ്പോൾ 23/7/2011 മുതൽ 22/7/2030 വരെ അഷ്ടമാധിപനും ഭാഗ്യസ്ഥാനാധിപനുമായ ശനിയുടെ ദശാസമയമാണ്. ശനി രാഹുയോഗവും ഗുളികയോഗവും ചെയ്ത് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം അത്ര നല്ല ഒരു ദശാസമയമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശാരീരിക മാനസിക ക്ലേശങ്ങളും അലച്ചിലും സ്ഥാനചലനവുമൊക്കെ ഈ ദശാസമയം അനുഭവത്തിൽ വരാം. അതുപോലെ തന്നെ പിതൃദുരിതവും ഉണ്ടാകാം. ശനിയാഴ്ച ദിവസം രാവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും 7 പ്രാവശ്യം അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാലിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക. ശനീശ്വര കീർത്തനങ്ങളും അയ്യപ്പ കീർത്തനങ്ങളും ഭക്തിയോടുകൂടി ജപിക്കുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് പ്രിയ പ്രേക്ഷകരോടായി പറയാനുള്ളത്, ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല എന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുന്നതിന് മുമ്പ് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എന്തൊക്കെ വിവരങ്ങളാണ് തരേണ്ടതെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും കമൻറ്റ് ബോക്സിൽ ഈ വിവരം എഴുതി പിൻ ചെയ്ത് വെച്ചിട്ടും പലരും വേണ്ട വിവരങ്ങൾ നൽകുന്നില്ല. പലർക്കും ചോദ്യത്തിനടിയിൽ തന്നിട്ടില്ലാത്ത വിവരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടും കണ്ട ഭാവമേ നടിക്കുന്നില്ല. പലരും വിവരങ്ങൾ അറിയാൻ വേണ്ടിയല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് തോന്നിപ്പോകും. അതോ ഇതൊരു ഫ്രീ സർവീസ് ആയത് കാരണമാണോ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ എഴുതുമ്പോൾ കാര്യമായി വേണ്ട വിവരങ്ങൾ എല്ലാം തന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതുക. അതുപോലെ തന്നെ ചിലർ വീട്ടിലുള്ള എല്ലാവരുടെയും വിവരങ്ങൾ അറിയുവാൻ വേണ്ടി 3ഉം 4ഉം പേരുടെ വിവരങ്ങൾ ഒരേ ചോദ്യത്തിലായി ചോദിക്കുന്നതായി കാണുന്നുണ്ട്. ഇത് ഒഴിവാക്കുക. ഒരാൾക്ക് മാത്രം മറുപടി കൊടുത്താൽ പോരല്ലോ. അതിനാൽ ഒരു ചോദ്യത്തിൽ ഒരാളുടെ മാത്രം ആവശ്യപ്പെട്ടിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകി ചോദ്യം ചോദിക്കുക. മറ്റുള്ളവരുടെ ചോദ്യം മറ്റ് വീഡിയോകളിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.